ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട ചിക്കൻ പാസ്റ്റയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് റിബൺ പാസ്റ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഹോൾ മീൽ പാസ്റ്റയാണ്. ഇനി അത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഞെക്കി നോക്കുക. അത് ഞെങ്ങുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി മാറ്റി വെക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മിയെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നിരത്തിയിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. ചിക്കൻ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് പാനിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയ സവോള ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഹെർബ്സ് ഇടാം. ഞാനിവിടെ മിക്സഡ് ഹെർബ്സ് ആണ് ഇട്ടിരിക്കുന്നത്. എന്ത് ഹെർബ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സൺ ഡ്രൈഡ് ടൊമാറ്റോസും കുറച്ച് ഒലീവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. എനിക്കിഷ്ടമാണ് പാസ്തയിൽ ഈ ഒലീവ്സും സൺ ഡ്രൈഡ് ടൊമാറ്റോസും ഒക്കെയും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പാസ്ത സോസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ ആൻഡ് ബേസിൽ പാസ്ത സോസാണ് ഉപയോഗിക്കുന്നത്. എന്ത് ടൈപ്പിലുള്ള പാസ്ത സോസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പാസ്ത സോസ് ഇല്ലെങ്കിൽ ഒരു 4-5 തക്കാളി നന്നായിട്ട് അരച്ച് അത് ഉപയോഗിച്ചാലും മതി. പാസ്ത സോസ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചീസ് ഇടാം. ചീസാണ് ഇറ്റാലിയൻസിൻ്റെ പാസ്തയുടെ കൂടെയുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് തന്നെ ഈ ചീസാണ്. അവർ ഒരുപാട് ചീസ് ഉപയോഗിക്കും. നമ്മൾ കുറച്ച് ചീസ് ഇടാം. ഏത് ടൈപ്പിലുള്ള ചീസ്, മോസറല്ലയോ ഏത് ടൈപ്പ് ചീസാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക. ചീസിൻ്റെ അളവൊക്കെ ഓരോരുത്തർക്കുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചിലവർക്ക് ചീസിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടണം എന്നില്ല. അങ്ങനെയുള്ളവർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ പാസ്ത സോസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഇത്തിരി പാല്, സാധാരണ പശുവിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരമായിട്ട് വേണമെങ്കിൽ കുറച്ച് ക്രീം, തിക്കൻ ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാലാണ് ഉപയോഗിക്കുന്നത്. ആ പാസ്ത സോസിൻ്റെ കുത്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൽ അല്ലെങ്കിൽ ക്രീം എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത്. പാലും ക്രീമും നമുക്ക് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ പാസ്ത വേവിച്ച വെള്ളം കുറച്ച് മാറ്റി വയ്ക്കുക. അത് ഉപയോഗിച്ചാലും മതി. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. ഇവിടെ പിള്ളേർ ക്യാരറ്റ് അല്ലാതെ കഴിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ എല്ലാവരുടെയും വീട്ടിലത്തെ പ്രിഫറൻസ് അനുസരിച്ച് ഒക്കെ മാറ്റം വരുത്താം. ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് കുറച്ച് മാറ്റാം. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും ഈ പാസ്ത. ചിക്കൻ കഴിക്കാത്തവർക്ക് പനീർ വെച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ട്യൂണ വെച്ചിട്ട്, ക്യാൻഡ് ട്യൂണ ഉപയോഗിച്ച് നമുക്ക് ട്യൂണ പാസ്തയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് പാസ്ത ഉണ്ടാക്കി നോക്കി പിള്ളേർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. ബൈ.